അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം പാലസ് മ്യൂസിയത്തിലെ അവസാന കാഴ്ചകളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ മ്യൂസിയത്തിനകത്ത് കൗതുകകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അതൊക്കെ നമ്മൾ 2 വീഡിയോ ആയിട്ട് മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അതും കാണുക. അതിനുശേഷം ഈ വീഡിയോയിലുള്ള കാഴ്ചകളും കാണാൻ ശ്രമിക്കുക. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വൈൻഡപ്പ് ചെയ്ത ഹാളിൽ ഉണ്ടായിരുന്ന കാഴ്ചകൾ, ബാക്കിയുള്ള കാഴ്ചകൾ എന്ന് പറയുന്ന ഇതേപോലത്തെ കുറേ വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ഷോക്കേസ് ഐറ്റംസൊക്കെയാണ് കാണാനായിട്ടുള്ളത്. ഇനി നമുക്കിവിടുത്തെ ആയുധശേഖരങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആ ഹാളിലേക്ക് പോകുന്ന വഴിക്ക് ഇടതുവശത്തായിട്ട് ഇങ്ങനെ ഭംഗിയുള്ള ചിത്രപ്പണികളൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് കാണാം. പണ്ട് കാലത്ത് ഉപയോഗിച്ചു വന്നിട്ടുണ്ടായിരുന്ന ആയുധങ്ങളായിട്ടുള്ള വാളുകൾ, കുന്തങ്ങൾ, കടാരകൾ, പരിചകൾ, അതേപോലെ കൈമഴു, അങ്ങനെ ഒരുപാട് ആയുധങ്ങൾ ഇവിടെ ശേഖരിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ ഒരേപോലെ തോന്നുമെങ്കിലും ഓരോന്നും ഒന്നിനൊന്നും വ്യത്യസ്തമാണ്. അതേപോലെ കളരിപ്പയറ്റിൻ്റെ ആയുധങ്ങൾ മാത്രം ഒരു സെക്ഷനിലായിട്ട് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ മുക്രി, അതുപോലത്തെ കളരിപ്പയറ്റിൽ യൂസ് ചെയ്തിരുന്ന കുറേ ആയുധങ്ങൾ വെച്ചിരിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന ആയുധങ്ങളെല്ലാം തന്നെ നമ്മൾ കേരളത്തിൽ മാത്രം ഫോളോ ചെയ്തിരുന്ന മാതൃകകളല്ല. പല രാജ്യങ്ങളിലും, തുർക്കി, പേർഷ്യ, ചൈന, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് ഉപയോഗിച്ചിരുന്ന അന്നത്തെ കാലത്തുണ്ടായിരുന്ന ആയുധങ്ങളുടെ മാതൃകകൾ നമ്മൾ ഇവിടെയും ഉപയോഗിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ് ഇതെല്ലാം. അതുപോലെ തന്നെ ഓരോ ആയുധങ്ങൾ, ഇപ്പോൾ വാളുകൾ എടുത്താൽ തന്നെ ഓരോന്നും 2 സൈഡ് എഡ്ജ് വരുന്നത്, സിംഗിൾ സൈഡ് എഡ്ജ് വരുന്നത്, അതേപോലെ അതിൻ്റെയൊക്കെ പിടികൾ, അതിലുള്ള ഡിസൈൻസ് എല്ലാം തന്നെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഡിഫറൻസസ് കാണാം. ഈ മ്യൂസിയത്തിൻ്റെ താഴത്തെ ഹാളിൽ മച്ചിലുള്ള കുറേ ഡിസൈൻസ് ഞാൻ മുമ്പ് കാണിച്ചു തന്നിരുന്നു. അതിന് കുറച്ച് ഡിഫറെൻ്റായിട്ട് ഗ്ലാസ് കൂടി ഉപയോഗിച്ചിട്ടുള്ള മച്ചാണ് ഇവിടെ ഉള്ളത്. 16ാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന തഞ്ചാവൂർ ഗ്ലാസ് പെയിൻറ്റിങ്ങിൻ്റെ 2 വർക്കുകൾ നമുക്കിവിടെ കാണാം. പണ്ട് കാലത്ത് യൂറോപ്പിൽ ഉപയോഗിച്ചിരുന്ന ഒരു നൂൺ ക്യാനോൺ ആണ് ഇത്. അതായത് ഉച്ചയാവുമ്പോൾ ഇതിനകത്ത് ഒരു ഫയർ പൗഡർ ഇഗ്നൈറ്റ് ആവും. അത് വെച്ചിട്ടാണ് സമയം അഡ്ജസ്റ്റ് ചെയ്തിരുന്നത്. ഒരു മ്യൂസീഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് പ്രശസ്തനായിരുന്ന സ്വാതി തിരുനാൾ മഹാരാജാവ് ഉപയോഗിച്ചിരുന്ന മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ചുവർ കണ്ണാടി കാണാം. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ഡ്രമ്മാണ്. ഇത് 6th സെഞ്ച്വറിയിൽ വിയറ്റ്നാമിലാണ് ഇതിൻ്റെ ഒറിജിൻ എന്നാണ് വിശ്വാസം. നല്ല കടുത്ത വരണ്ട വേനൽക്കാലത്ത് പോലും ഇത് കൊട്ടിക്കഴിഞ്ഞാൽ മഴ പെയ്യും എന്നൊക്കെയാണ് വിശ്വാസമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പണ്ട് കേരളവുമായിട്ട് കച്ചവടബന്ധം നിലനിർത്തി പോന്നിരുന്ന പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള കുറേ ആർട്ട് വർക്കുകളും നമുക്ക് ഇവിടെ തന്നെ കാണാം. ഈ കൊട്ടാരത്തിലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഹാളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഹാളിൽ നിന്നുള്ള ഒരു കിളിവാതിലൂടെ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 122 കുതിരമുഖങ്ങൾ ശില്പങ്ങളായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള കഴുക്കോല് കാണാം. അതായത് ആ കഴുക്കോലുകളുടെ അഗ്രങ്ങളിലെല്ലാം 122 കുതിരമുഖങ്ങൾ നമുക്ക് കാണാം. ഈ ശില്പങ്ങളുള്ളത് കൊണ്ടുകൂടിയാണ് ഈ പാലസ് കുതിരമാളിക പാലസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പഴയ 4 ശൈലിയിൽ 2 നിലകളിലായിട്ടുള്ള ഈ കൊട്ടാരത്തിൽ കൂടെയുള്ള നടത്തം എന്ന് പറയുന്നത് തന്നെ പഴയൊരു കാലത്തിലേക്കുള്ള തിരിഞ്ഞു നോട്ടമാണ്. ഈ കാണുന്നത് ഒരു മ്യൂസിക്കൽ ചേംബറാണ്. ഇതിനകത്തിരുന്നു കൊണ്ടാണ് ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവ് അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കൽ വർക്കുകളെല്ലാം തന്നെ ചെയ്തിരുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് പത്മനാഭസ്വാമി ക്ഷേത്രവും കാണാം. അപ്പോൾ നമ്മുടെ പാലസ് മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. അതുപോലെ തന്നെ ഇതിൻ്റെ പഴയ വീഡിയോസും കാണാൻ ശ്രമിക്കുക.
നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കുതിരമാളിക പാലസ് മ്യൂസിയം. അപ്പോൾ ബൈ ബൈ.